അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ 18ാമത്തെ രാവിലേക്ക് നമ്മളിതാ പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ 18ാമത്തെ പകലാണ്. അല്ലാഹു തആല നമ്മൾ ഈ ചെയ്യുന്ന അമലുകൾക്കും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കൊക്കെ എന്തെല്ലാം നേട്ടങ്ങളും പ്രതിഫലങ്ങളും ഉണ്ടോ അതെല്ലാം അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് പേര് ദുആ വസിയത്ത് പറയാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാ സംശയത്തിനുള്ള മറുപടിയും നമുക്കൊരു പക്ഷേ പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിച്ചതിൽ ഒരു സംശയം, ഉസ്താദ് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ അല്ലെങ്കിൽ ഈ പിരിവുകാരായ ആളുകൾ, ഉസ്താദുമാർ മാത്രമല്ല അല്ലാത്ത സാധാരണക്കാരും വയസ്സായ ആളുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ കോണിമ്പല്ലടിച്ച് വാതിൽ തുറക്കുമ്പോൾ ഞങ്ങളോട് സലാം പറയാറുണ്ട്. ചിലപ്പോൾ വീട്ടിൽ ആണുങ്ങൾ ആരും ഉണ്ടാവില്ല, പെണ്ണുങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സലാം അവരിങ്ങനെ സലാം പറയുമ്പോൾ ഞങ്ങളത് മടക്കേണ്ടതുണ്ടോ എന്ന് ചില ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ മറുപടിയായി ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ പണ്ടുള്ള ഇപ്പോൾ വിശുദ്ധമായ ഖുർആനിൽ തന്നെയുണ്ട്, നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? സലാം പറയണം. അതോടൊപ്പം തന്നെ അനുവാദം ചോദിക്കണം. വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. അപ്പോൾ അന്നത്തെ കാലത്ത് എന്താണ്, ഈ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും സ്വഹാബിമാരുടെ കാലത്തൊന്നും ഇന്നത്തെ പോലെ കോണിമ്പല്ലിൻ്റെ സംവിധാനം ഇല്ല. അപ്പോൾ അവർ ഒരാൾ പുറത്ത് വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുന്നത് എങ്ങനെയാണ്? സലാം പറഞ്ഞിട്ടാണ്. അത് സലാം സലാമു അലൈക്കും. അതെന്താണ്? പുറത്തൊരാൾ വന്നിട്ടുണ്ട്, അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നറിയിക്കാൻ വേണ്ടി, ഒരു ഇഅ്ലാനിന് വേണ്ടിയാണ് അന്നൊക്കെ സലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ സലാം പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ വീട്ടിലേക്ക് ചെന്നു, ഇപ്പോൾ ആണുങ്ങളുണ്ടെങ്കിൽ ആണുങ്ങളാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് നമുക്ക് പറയാം. അല്ലാതെ പെണ്ണുങ്ങളാണ് ആ വീട്ടിലുള്ളത് എന്ന് നമുക്ക് ഉറപ്പായാൽ നമ്മൾ സലാം പറയരുത്. ഇനി കോണിമ്പല്ലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ബെല്ല് ഇപ്പോൾ ഇല്ലാത്ത വീടുകളില്ല, ബെല്ലടിക്കുക. ഞാനീ പറയുന്നത് ആ ചെല്ലുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബെല്ലടിക്കുക. അപ്പോൾ തന്നെ പെണ്ണാണെങ്കിൽ പെണ്ണ്, ആണാണെങ്കിൽ ആണാണെങ്കിൽ അവരോട് സലാം പറയുക, പെണ്ണാണെങ്കിൽ അവരോട് സലാം പറയാൻ പാടില്ലെന്നാണ്. അന്യ സ്ത്രീകളോട് സലാം പറയാൻ പാടില്ല. അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അതെന്താ പാടില്ല? അത് അങ്ങനെയല്ല ചോദിക്കേണ്ട, അങ്ങനെയാണ്, സലാം പറയാൻ പാടില്ല. അത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഒരാൾ സലാം പറഞ്ഞു എന്ന് വിചാരിക്കാം. ഒരു അറിയില്ലാത്ത ആൾ, അയാൾ സലാം പറഞ്ഞു. ഇപ്പോൾ ഒരു പെണ്ണാണ് വാതിൽ തുറന്നത്. അപ്പോൾ എന്താണ്, പിരിവിന് വേണ്ടി വന്നതാണ്. അസ്സലാമു അലൈക്കും, ഞാൻ ഇന്നാലിന്ന സ്ഥലത്ത് നിന്ന് വരുവാണ്, എത്തിങ്ങാനായിട്ട് പിരിവാണ് എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള വാതിൽ തുറക്കുന്ന നമ്മുടെ ഭാര്യയാവട്ടെ മക്കളാവട്ടെ അവരെങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അവിടെ അയാൾ പറഞ്ഞത് അത് വീട്ടിലേക്ക് വരുമ്പോഴുള്ളൊരു മര്യാദയായിട്ടാണ് ആ സലാം പറഞ്ഞത് എന്ന് കരുതിയാൽ മതി. അവിടെ സലാം മടക്കേണ്ട കാര്യമില്ല. കാരണം അയാൾ ഒരു അന്യ പുരുഷനാണ്. അപ്പോൾ സലാം മടക്കേണ്ട കാര്യമില്ല. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സലാം പറയലും മടക്കലും പാടില്ലാത്തതാണ്. പിന്നെ ഒരാൾ സലാം പറഞ്ഞു, അപ്പോൾ ഈ പെണ്ണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, ആ പെണ്ണ് തിരിച്ച് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫിത്നയും ഫസാദും ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ, അങ്ങനെ അതായത് വീട്ടിലാരുമില്ല, അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ സലാം മടക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ അന്യ പുരുഷൻ സലാം പറഞ്ഞാൽ സ്ത്രീ മടക്കേണ്ട കാര്യമില്ല. എന്നതുപോലെ തന്നെ അന്യ പുരുഷനോടും സലാം പറയാൻ പാടില്ല. അത് സലാം പറയുന്നതിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള മസലകളാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരാൾ നമ്മളോട് സലാം പറഞ്ഞാൽ നമ്മൾ ആ ഒരു സമയത്ത്, ഇപ്പോൾ ഈ വയസ്സായ വല്ലുമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ മടക്കാം. കാരണം അവിടെ ഒരു ഫിത്നയും ഫസാദിൻ്റെയും ഒരു ചിന്ത പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ മടക്കാം. അല്ലാതെ യുവതികളായ ആളുകളാണെങ്കിൽ അവിടെ സലാം മടക്കേണ്ട കാര്യമില്ല. ഇനി മടക്കണമെങ്കിൽ ഇനി എങ്ങനെ? മനസ്സിൽ അവർക്ക് മടക്കാം. അല്ലാതെ തിരിച്ച് വലിയ വായിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് എന്നൊന്നും പറയേണ്ട കാര്യം അവിടെ ഇല്ല. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇത് നമ്മളൊന്ന് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം പലരും സംശയം ചോദിച്ചു. അപ്പോൾ ഇൻഷാ നമ്മുടെ വിഷയം അതല്ല. നമ്മൾ പരിപാവനമായ സുന്ദരമായ ഒരു രാവിലാണുള്ളത്. നമുക്ക് ഇൻഷാ അല്ലാഹ് നേരെ ദിക്റിൻ്റെ മജ്ലിസിലേക്ക് കടക്കാം. ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന മജ്ലിസാണ്. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലുന്ന ഓരോ ദിക്റുകൾക്കും ഓരോരോ വ്യത്യസ്തമായ പവറുകളുണ്ട്, വ്യത്യസ്തമായ നേട്ടങ്ങളുണ്ട്. അള്ളാഹു തആല എല്ലാം നമ്മളിൽ നിന്നും കബൂലാക്കി അർഹമായ പ്രതിഫലം നമുക്ക് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസിലേക്ക് കടക്കുകയാണ്. ശുഹദാക്കളുടെ പ്രതിഫലം, ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടി സ്വർഗത്തിലേക്ക് പോവാൻ പറ്റും. എന്തുകൊണ്ട്? 4 വാക്യങ്ങൾ കൊണ്ട്. ഏതൊക്കെയാണ് ആ 4 വാക്യം? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 4 ദിക്റുകളും ചേർത്ത് പറയാം നമുക്ക് ഇന്നത്തെ പുണ്യമായ ഈ സദസ്സിൽ. അതിൻ്റെ പ്രതിഫലം ഒരുപാടാണ്. ഖുർആൻ കഴിഞ്ഞാൽ ഈ 4 വാക്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങൾ. തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലെല്ലാം അല്ലാഹു തആല കൊണ്ടുവന്നിട്ടുള്ള പുണ്യമായ ദിക്റുകളാണ്, പുണ്യമായ വചനങ്ങളാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? അല്ലാഹു തആല ഈ ദിക്ർ പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ മുഴുവനും നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞോ,
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 99 രോഗങ്ങൾക്ക് ശിഫയാണെന്നാണ്. മാത്രമല്ല, നമ്മുടെ മക്കളൊക്കെ പരീക്ഷ എഴുതാൻ പോവുകയാണ്. പരീക്ഷയിലേക്ക് ഉന്നതമായ വിജയം കിട്ടാൻ, അതുപോലെ നമുക്കൊരു ആൻസർ കിട്ടാതെ വിഷമിക്കുന്ന സമയത്ത് ഈ ദിക്ർ പറയണമെന്നാണ്. നമുക്കൊരു ഉത്തരം കിട്ടാത്ത സമയത്ത് ഈ ദിക്ർ അധികരിപ്പിക്കണം. പെട്ടുപോകുന്ന അവസരത്തിൽ ഈ ദിക്ർ അധികരിപ്പിക്കണം. മനസ്സിൻ്റെ ടെൻഷനുകൾ മാറാൻ, നമ്മുടെ രോഗങ്ങളൊക്കെ ശിഫയാവാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് അല്ലാഹു മോചനം തരാൻ, കടങ്ങൾ വേഗത്തിൽ മാറാൻ, എല്ലാത്തിനും പരിഹാരമാണ് ഈ പുണ്യമായ ദിക്ർ, ഈ പുണ്യമായ ഒരു വചനം. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അത് പറയാം. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഈ ലാ ഹൗല എന്നുള്ള ഈ ഒരു പുണ്യമായ ദിക്ർ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ബസ്മല ചേർക്കണം, അതായത് ബിസ്മി പറയണം. നമുക്കതെല്ലാം ഒന്നിച്ച് ചേർത്ത് ഇന്നത്തെ ദിക്റിന്റെ മജ്‌ലിസിൽ നമുക്ക് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പരിശുദ്ധമായ റജബിലും ഷഅബാനിലൊക്കെ ഒരുപാട് നമ്മൾ പറയേണ്ട പുണ്യമായ ഒരു ദുആയുണ്ടല്ലോ. റജബിലെയും ഷഅബാനിലെയും ബറക്കത്തിന് ചോദിക്കുന്ന ദുആ റമദാൻ വരെ നമ്മളിങ്ങനെ ആവർത്തിച്ച് ചോദിക്കണമെന്നാണ്. റമദാൻ വരെ ചോദിക്കുകയും റമദാനിലേക്ക് എത്തിക്കണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചോദിക്കേണ്ട പുണ്യമായ ദുആ. ആ ദുആ നമ്മൾ മറന്നു പോവരുതേ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറഞ്ഞു അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ رمضان اللهم بارك لنا في رجب وشعبان وبلغنا 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 رمضان اللهم بارك لنا في رجب وشعبان وبلغنا
رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കുക. കാരണം വിശുദ്ധമായ ശഅബാൻ അവസാനിച്ച് റമദാൻ വരുന്ന പുണ്യമായ സമയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ ഒരുപാട് രൂപത്തിലുണ്ട്. നമ്മൾ ഇന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയുന്ന ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പുണ്യമായ അള്ളാഹുവിൻ്റെ 99 ഇസ്മുകൾ അസ്മാ ഉൽ ഹുസ്ന. ഒരുപാട് പ്രതിഫലങ്ങളുണ്ടല്ലോ അസ്മാഉൽ ഹുസ്നക്ക്, ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ ഒരുപാട് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. ആ നേട്ടങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഓരോ ഇസ്മിനും വ്യത്യസ്തമായ ഗുണങ്ങളാണ്. ഇൻഷാ അല്ലാഹ് 3 അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പവറുള്ള ഇസ്മുകൾ ചേർത്ത് നമുക്ക് ഒന്നിച്ചു പറയാം. എന്നിട്ട് നമ്മൾ ദുആ എന്നാൽ അള്ളാഹു വേഗത്തിൽ നമ്മുടെ ദുആ സ്വീകരിക്കും. പറഞ്ഞു, അള്ളാഹുവിൻ്റെ 3 പവറുള്ള ഇസ്മുകളാണ്. യാ കബീറു യാ അലീമു യാ ഖദീറു യാ അല്ലാഹ്. 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 യാ കബീറു യാ അലീമു
അലീമു യാ ഖദീറു യാ അല്ലാഹ് യാ കബീറു യാ 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 അലീമു യാ ഖദീറു യാ അല്ലാഹ്. കണ്ണിന്റെ കാഴ്ച കൂടാൻ, ചെവിയുടെ കേൾവി ശക്തി കൂടാൻ, ഗ്രാഹ്യശക്തി കൂടാൻ, എല്ലാത്തിനും ഉപകാരപ്പെടുന്ന, പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ പരീക്ഷയ്ക്ക് പോകുന്നവരാണ്, അവരൊക്കെ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട 3 ഇസ്മുകൾ ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് നമ്മൾ പറയുകയാണ്. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു കേട്ടോ. അള്ളാഹുവിൻ്റെ പുണ്യമായ ഇസ്മുകളാണ്. യാ സമീഉ യാ ബസീറു യാ ഖവിയ്യു യാ അല്ലാഹ് 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 യാ സമീഉ യാ ബസീറു യാ ഖവിയ്യു യാ അല്ലാഹ്
യാ സമീഉ യാ ബസീറു യാ ഖവിയ്യു യാ അല്ലാഹ് യാ സമീഉ യാ ബസീറു യാ ഖവിയ്യു യാ അല്ലാഹ് യാ സമീഉ യാ ബസീറു യാ ഖവിയ്യു യാ അല്ലാഹ് യാ സമീഉ യാ ബസീറു യാ ഖവിയ്യു യാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഇത്രയും സമയം ചൊല്ലിയ ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, പുണ്യമായ ഒരുപാട് ദുആകളുണ്ട്. അതുപോലെ തന്നെ സ്വലാത്തുകൾ, അള്ളാഹുവിൻ്റെ ഇസ്മുൽ എല്ലാം അല്ലാഹു തആല ഓരോന്നിനും എന്തെല്ലാം പ്രതിഫലങ്ങൾ നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും ഒട്ടും കുറയാതെ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മുഴുവൻ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇന്നത്തോടെ ഈ റബ്ബ് പടച്ചവൻ ഈ ചൊല്ലിയ അദ്കാറുകളുടെ സ്വലവാത്തുകളുടെ ബർക്കത്ത് കൊണ്ട് മാറ്റി തരുമാറാവട്ടെ. ആരൊക്കെ ദുആ ചെയ്തോ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കാൻ പോവുകയാണ്. ദുആ ചെയ്യുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി അതൊക്കെ നമ്മൾ സൂറത്തുൽ ഫലക്, നാസ് ഒക്കെ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ദുആയിലേക്ക് കടക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. لا إله إلا أنت سبحانك إني كنت من الظالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. أرحم الراحمين يا രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്റുകൾ, സ്വലവാത്തുകൾ, തസ്ബീഹുകൾ, ദുആകൾ എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരിമാര്, സഹോദരങ്ങൾ, അല്ലാഹുവേ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവർ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, എല്ലാവർക്കും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞ് പരിശുദ്ധമായ ഈ മാസത്തിൽ മരണപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മരണപ്പെട്ട് ഒരുപാട് വർഷങ്ങളായ, ഒരുപാട് മാസങ്ങളായ മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മരണപ്പെട്ടവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി
വേണ്ടി, അതുപോലെ ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, കുടുംബാദികൾ, കൂട്ടുകാർ, നാട്ടുകാർ, വേണ്ടപ്പെട്ടവരെ ആർക്കെല്ലാം വേണ്ടി ദുആരക്കാൻ ആരെല്ലാം വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ് റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, ഇസ്തിഖാമത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗ്ഗം കണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് മരിക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിസ്കാരം ഖളാ ഇല്ലാതെ, മറ്റുള്ളവരോട് പിണക്കങ്ങളില്ലാതെ, ഹക്കിടപാടുകളൊക്കെ തീർത്ത് റബ്ബേ സലാമത്തായ തൗബയോടെ റഹ്മാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സമയത്ത് നല്ല മാസത്തിൽ നല്ലത് പറഞ്ഞു മരിക്കാനുള്ള മഹാസൗഭാഗ്യം തന്നനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ. ഈ ആമീൻ പറയുന്ന ഉമ്മമാരെ സ്വീകരിക്കണേ അല്ലാ. ആമീൻ പറയുന്ന വാപ്പമാരെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കമന്റുകളാണ് ഒരുപാട് വീഡിയോകളിൽ വന്നിട്ടുള്ളത്. എല്ലാവർക്കും പടച്ചവനെ അവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. സങ്കടങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ലക്ഷക്കണക്കിന് കടങ്ങളുള്ളവരുണ്ട്. അതുപോലെ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി ഞങ്ങൾക്ക് നീ തുറന്നു തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, സാമ്പത്തികമായ ഭദ്രത തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യുന്ന ജോലി, തൊഴിൽ എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്. സമ്പത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ പലരും അല്ലാഹുവേ നിന്നോട് പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ ചെയ്തവരാണ്. പലിശക്ക് പൈസ എടുത്തവരാണ്, ലോൺ എടുത്തവരാണ്. റബ്ബേ, പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. അല്ലാഹു ഞങ്ങൾ ചെയ്തു പോകുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ നീ മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അവരിൽ ഒരുപാട് ആളുകൾ രോഗികളാണ്. പടച്ചവനെ, രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അറ്റാക്ക് പോലെ, അതുപോലെ തന്നെ ഒരുപാട് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ വന്ന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. തൈറോയിഡിന്റെ അസുഖമുള്ളവരുണ്ട്, വെരിക്കോസിന്റെ അസുഖമുള്ളവരുണ്ട്. അതുപോലെ തന്നെ നരമ്പിന്റെ ന്യൂറോ പ്രശ്നങ്ങളുള്ള ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ ശിഫാ കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ, ഞങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർമാർ, അവരൊക്കെ വെറും മധ്യവർത്തികൾ മാത്രമാണ്. നീയാണ് രോഗം തന്നിട്ടുള്ളത്, നീ തന്നെയാണ് ശിഫയാക്കുന്നത്. ഷാഫിയായ അല്ലാ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബാദികൾ, അതുപോലെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ല വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, മക്കൾ നന്നാവാൻ ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ഞങ്ങളുടെയും അവരുടെയും മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേര് ജോലിയില്ലാതെ സങ്കടപ്പെടുകയാണ്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു, സ്വന്തമായ ഒരു വീടിന് ആഗ്രഹിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഖൈറായ വീട് അവർക്ക് നീ കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുടെ വീട് പണി നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ റഹ്മാനെ, ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്. റബ്ബേ, പരീക്ഷ എഴുതുകയാണ്. ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അവരെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. പഠിച്ചതനുസരിച്ച് അല്ലാഹുവേ നല്ല രൂപത്തിൽ പരീക്ഷ എഴുതാനും ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനും ഞങ്ങളുടെ മക്കൾക്ക് നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാ. നല്ല ഭാവി കൊടുക്കണേ അല്ലാ. നല്ല സന്താനങ്ങളാക്കി തരണേ അല്ലാ. വഴിപിഴച്ചു പോകുന്ന കാലമാണ്. കഞ്ചാവിന്റെ, അതുപോലെ മയക്കുമരുന്നിന്റെ, പ്രേമങ്ങളുടെ, അല്ലാഹുവേ ഒരുപാട് അശ്ലീല പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അവരൊക്കെ മാനസികമായി ബുദ്ധിമുട്ടിലാണ്, ശാരീരികമായി ഒരുപാട് പ്രയാസത്തിലാണ്. ആരെല്ലാം എന്തെല്ലാം പ്രയാസത്തിലുണ്ടോ എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുണ്ട് റബ്ബേ, നീ ഹാസിലാക്കി തരണേ അല്ലാ. പടച്ചവൻ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുണ്ട്,
സ്വലാത്തുകളുണ്ട്, അതിനൊക്കെ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും ഒട്ടും കുറയാതെ ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചവനെ മരിക്കുന്ന സമയം വരെ നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കാൻ, നിനക്ക് പൊരുത്തപ്പെട്ട ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പരിപാവനമായ ശഅബാൻ മാസത്തിന്റെ പുണ്യമായ ദിനങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കണേ അല്ലാ. കഴിഞ്ഞുപോയ റജബ് ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. ഈയുള്ള ശഅബാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ആ റമളാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അതുവഴി സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റ് വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ നാടുകളിൽ സമാധാനം നൽകണേ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്, കമന്റായി എഴുതുന്നവരുണ്ട്. അതുപോലെ കമന്റ് എഴുതാൻ അറിയില്ലാത്ത ഒരുപാട് ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അതുപോലെ മനസ്സിൽ ഒരുപാട് മുറാദുകൾ വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ, സങ്കടങ്ങളുണ്ട്, നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ മനസ്സിൽ എന്താണോ മുറാദുകൾ ഉള്ളത്, എന്താണ് ഉദ്ദേശമുള്ളതെന്ന് അല്ലാഹുവേ നിനക്കറിയാം. അത് നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. കമന്റ് എഴുതുന്നവരും എഴുതാത്തവരുമായ, എഴുതാൻ അറിയില്ലാത്തതുമായ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും ഇഹപര വിജയങ്ങൾ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ മാനസികമായ, ശാരീരികമായ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ എല്ലാവരുടെയും നീ മാറ്റി സലാമത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പ്രശ്നങ്ങൾ, നൂറ് നീറുന്ന പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. പ്രവാസികളായ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലക്ഷദ്വീപുകാരായ, കർണാടകക്കാര്, തമിഴ്നാട്, കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും ഒരുപാട് മുഅ്മിനീങ്ങൾ പങ്കെടുക്കുന്ന മജ്‌ലിസാണ്. റഹ്മാനെ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ അവരുടെ മുഴുവനും ഡീറ്റെയിൽസ് നിനക്കറിയാം. ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. എല്ലാവരുടെയും എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم وفقنا فيه للصيام والقيام وتلاوة القرآن. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. അൽഹംദുലില്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. നാളെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമസ്കാരത്തിൽ നമ്മൾ അറിയാതെ നമ്മൾ വരുത്തുന്ന പല തെറ്റുകളും അതെങ്ങനെ തിരുത്താം. എൻ്റെ പൊന്നുസ്താദെ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു നിസ്കാരത്തിൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ കാണണമെന്നല്ല പറയുന്നുണ്ട്. പിന്നെ ഇത് തന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് ചില ആൾക്കാർക്ക് തോന്നിയേക്കാം. ഞങ്ങളൊക്കെ ആ വീഡിയോ കണ്ടതാണ്, ഇനി അതിനെപ്പറ്റി പറയണോ എന്നൊന്നും വിചാരിക്കരുത്. കാരണം നമ്മൾ ഒരുപാട് മസ്അലകൾ, നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനിയും. പക്ഷെ പറഞ്ഞാൽ ഒരുപാട് ദീർഘിച്ചു പോകും എന്നതുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിസ്കാരം, വിശുദ്ധമായ നിസ്കാരം എങ്ങനെ നമുക്ക് തെറ്റുകൂടാതെ നിസ്കരിക്കാം, നിസ്കാരത്തിൻ്റെ A to Z കാര്യങ്ങൾ അത് കൃത്യമായി വ്യക്തമായി വീഡിയോയിലൂടെ നമ്മൾ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുകയും, അതുപോലെ തന്നെ നിസ്കാരത്തിൽ പറയുന്ന മുഴുവൻ ദിക്റുകളുടെ, ദുആകളുടെ, സ്വലവാത്തുകളുടെ എല്ലാം അർത്ഥസഹിതം നമ്മൾ പറയുന്ന ആ വീഡിയോയാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ചില ആൾക്കാർ ചോദിച്ചു, ഉസ്താദെ ആ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ല, അത് എവിടെയാണ്, ഞങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതേ ഇവിടെ നോക്കിയാൽ
എൻഡ് സ്ക്രീനായി ഇവിടെ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് ആ നിസ്കാരത്തിൻ്റെ വീഡിയോയാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് എത്താൻ പറ്റും. കാരണം പരിശുദ്ധമായ റമളാൻ വരികയാണ്. ആ റമളാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ നിസ്കാരത്തിൻ്റെ തെറ്റുകൾ, നമ്മൾ അറിയാതെ സംഭവിക്കുന്ന പല തെറ്റുകളും തിരുത്തി നമുക്ക് ഇൻഷാ അല്ലാഹ് നിസ്കാരമൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് റമളാനിനെ സ്വീകരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ കാണണം, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ കുടുംബാദികൾക്കും അത് അയച്ചു കൊടുക്കണം. അല്ലാഹു തആല അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ നിസ്കാരം കൃത്യമാക്കാൻ, നിത്യമാക്കാൻ റബ്ബ് തൗഫീക്ക് തരട്ടെ. ആമീൻ. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ആ വീഡിയോ കാണൂ.